എൻ്റെ പേര് ഗൗതം ശങ്കർ. ഞാൻ മലപ്പുറത്താണ് നാട്. എനിക്ക് നീറ്റ് 2022 673 മാർക്സ് ഉണ്ട്. ഓൾ ഇന്ത്യ റാങ്ക് 1328 ആണ്. ഞാൻ വേദാന്തുവിൽ 2 ഇയർ ലോങ് കോഴ്സിന്റെ മെമ്പറാണ്. അപ്പൊ ഇത്ര റാങ്കും മാർക്കും ഒക്കെ കിട്ടി, ഇനി എന്താ പരിപാടി? എനിക്ക് എയിംസിൽ അഡ്മിഷൻ കിട്ടാനാണ് പറയുന്നത്. അപ്പോൾ എയിംസ് നാഗ്പൂരാണ് എൻ്റെ ഇപ്പൊ കിട്ടുന്ന റാങ്ക് വെച്ചിട്ടുള്ള കോളേജ്. അപ്പോൾ അവിടെ ചേരാനാണ് പ്ലാൻ. അടിപൊളി. അപ്പം എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് വേദാന്തുവിൽ എത്തി? ഞാൻ 10th ബോർഡ് എക്സാമിന്റെ സമയത്ത് എനിക്ക് പണ്ട് തൊട്ടേ ഡോക്ടർ ആവാനാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു നല്ല കോച്ചിങ് സെന്റർ സെർച്ച് ചെയ്യുന്നു ഞാനും എൻ്റെ പാരൻസും. പക്ഷെ എനിക്ക് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ അങ്ങനെ റെഡി ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ 11th 12th എൻട്രൻസ് എംബഡഡ് കോച്ചിങ് ഉണ്ട്. അപ്പോൾ അവിടെ ചേർന്നു. പിന്നെ അപ്പോഴും എനിക്ക് വീട്ടിൽ നിന്നാൽ കിട്ടുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ പോയിട്ട് പിന്നെ അഡ്മിഷൻ ഒഴിവാക്കാൻ പോവാം. അപ്പോൾ ഞാൻ 10th ബോർഡ് എക്സാമിന്റെ സമയത്ത് ബോർഡ് എക്സാമിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് വേദാന്തുവിന്റെ യൂട്യൂബ് സെഷൻസ് കണ്ടിരുന്നു. അപ്പോൾ യൂട്യൂബിൽ തന്നെ നല്ല ക്വാളിറ്റി കണ്ടന്റ് ആണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ ഒന്ന് ചേരാം, വേദാന്തു ക്ലാസ് എടുക്കാം. 12th നമ്മൾ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് എടുത്തത്. ആരുടെ ക്ലാസ്സാ കണ്ടേ? ഞാൻ അഭിഷേക് കെ ആർ സാറും പിന്നെ അപ്പത്തെ 10th ബാച്ച് ഹർഷ്പ്രിയം സാർ, അവരൊക്കെ ക്ലാസ്സസ്. ഓക്കെ, സോ വേദാന്തു 2 വർഷം എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്തു. എന്തായിരിക്കും ഒന്ന് ഓർക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് പറയാനുണ്ടായിരുന്നു? മെമ്മറബിൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടീച്ചേഴ്സ് ഭയങ്കരമായിട്ട് കമ്മിറ്റഡ് ആണ്. ഞാനൊക്കെ ക്ലാസ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും കാരണത്തിന് ഞാൻ അധികം മിസ്സാക്കാറില്ല, പക്ഷെ എന്തെങ്കിലും കാരണത്തിന് മിസ്സാക്കി കഴിഞ്ഞാൽ അപ്പോൾ റുഹാനി മാം എന്ന് ഞങ്ങളുടെ ബയോളജി മാം അപ്പോൾ ഉടനെ പാരന്റിന് കോൾ ചെയ്ത് എന്തുകൊണ്ടാണ് ലേറ്റ് ആയി, അപ്പോൾ ഇങ്ങനെ വിളിച്ചു പറയും അധികം ക്ലാസ് മിസ് ചെയ്യരുത്, കയ്യോടെ പിടിക്കും. അതുമാതിരി ഞങ്ങൾക്ക് KVPYക്ക് ഞങ്ങളെ ബാച്ചിൽ കുറെ കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു കുറച്ചും കൂടി എക്സ്ട്രാ NCERT ലെവൽ പോരല്ലോ അതിന് പ്രിപ്പയർ ചെയ്യാൻ, അപ്പോൾ കുറച്ച് എക്സ്ട്രാ പഠിപ്പിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ മാമിന് ഇപ്പോഴത്തെ ഷെഡ്യൂൾ മൊത്തം പാക്ഡാ. അപ്പോൾ മാം ലേറ്റ് നൈറ്റിൽ മാമിന്റെ 10 മണീന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് 12:30 വരെയാണ് ടൈം. പിന്നെ 12:30 കഴിഞ്ഞ് മാം എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 1 മണി വരെ ക്ലാസ് എടുത്തിരുന്നു എന്നും രാത്രി. അപ്പൊ രാത്രിയിലെ ക്ലാസ്സിലും പിള്ളേരൊക്കെ ഉണ്ടാവും? എല്ലാവരും ഉണ്ടായിരുന്നു, ഫുൾ സപ്പോർട്ട്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ നാട്ടിൽ നിന്നുള്ള പിള്ളേർക്ക് ഓക്കെ എന്തെങ്കിലും ഒരു അഡ്വൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ ഓക്കെ, കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എയിംസിലേക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് സ്വപ്നത്തിൽ പോയി ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ടാണ്. ഓക്കെ, സംതിങ് വെരി ബിഗ്. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മുടെ പിള്ളേരോട് എന്തായിരിക്കും പറയാൻ ആഗ്രഹം? അത് നമ്മളിപ്പോ ഒരു കോച്ചിങ് ഒന്നും പോകാതെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് ഒരു കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ചാൽ തന്നെ നമ്മളെ ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ കിട്ടും. ഡിറ്റർമൈൻഡ് ആവണം, നമ്മൾ വർക്ക് ചെയ്യാൻ റെഡി ആവണം. പിന്നെ എന്തായാലും നമ്മൾക്കൊരു നല്ല ഗൈഡൻസും വേണം. അതിപ്പോൾ ഈ ഒരു ജനറേഷനിൽ യൂട്യൂബിലും നല്ല കമ്പനീസ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു നമ്മൾ നാട്ടിൽ നിന്ന് വീട്ടിൽ തന്നെ പഠിച്ചിട്ട് നല്ല കോളേജ് കിട്ടാനുള്ള ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഫെസിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ മലയാളം പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു അഡ്വൈസ്, 1 piece of advice എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? അപ്പോൾ നമ്മൾ ഈ 2 കൊല്ലം നീറ്റിന് പ്രിപ്പയർ ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ ഫോഴ്സ് ചെയ്തിരുന്നു പഠിക്കരുത്. നമുക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ എൻജോയ് ചെയ്ത് പഠിക്കണം. കാരണം 2 കൊല്ലം ഒരുമിച്ച് നല്ല സ്ട്രെച്ചിൽ പഠിക്കാനുള്ളതുകൊണ്ട് നമ്മൾ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ബോറടിക്കും, ഇൻട്രസ്റ്റ് പോകും, ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ മോട്ടിവേഷൻ കുറയും, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇൻട്രസ്റ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ ഒരു ക്ലോക്ക് വെച്ച് പഠിക്കരുത്. നമുക്കൊരു കാര്യം പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചിലർ പഠിക്കുന്നത് 10 to 12 ഒരു സബ്ജക്റ്റ്, അത് കഴിഞ്ഞാൽ ഈ സമയത്ത് ഇത് തീരണമെന്നില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു സാധനം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തീരണവരെ പഠിക്കുക, സമയം നോക്കാതെ. ആ ടോപ്പിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് എടുക്കാനും ക്ലോക്ക് നോക്കരുത്. നമ്മൾ തിരിച്ച് റിഫ്രഷ് ആയി നമുക്ക് അടുത്ത സെഷൻ ഇരിക്കാൻ പറ്റും തോന്നുന്ന വരെ റെസ്റ്റ് എടുക്കുക. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. അപ്പൊ ഗൗതം, താങ്ക് യു സോ മച്ച്. ഇതൊക്കെ കണ്ടിട്ട് ഇനിയും ഒരുപാട് പിള്ളേർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എയിംസിലേക്ക് എത്തട്ടെ, കുറെ ജൂനിയേഴ്സ് ഉണ്ടാവട്ടെ നമ്മുടെ കോളേജിൽ, നാട്ടിൽ നിന്ന്. സോ ഓൾ ദി ബെസ്റ്റ് ടു യു ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.